ഇന്നത്തെ നമുക്ക് ഒരു എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥലം പൂരിക്കുഴി ബീച്ച്. അതിൽ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് ഒരു Airbnb ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഓഷ്യൻ വിസ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ തന്നെ അഡ്ജസൻ്റ് ആയിട്ട് സെയിം പ്രോപ്പർട്ടിയിൽ നമ്മളൊരു ബീച്ച് കട്ട്. അപ്പോൾ ഇതിൽ മെയിൻ നമ്മുടെ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ബ്രാവോ മോഡലാണ്. 2 സൈഡ് ഇൻക്ലൈൻഡ് റൂഫ്, പ്ലെയിൻ സ്ഥലമായിരുന്നു. നമ്മൾ ഇൻക്ലൂഡിങ് ഫൗണ്ടേഷൻ ബ്ലോക്ക് കൊണ്ടുവന്ന് അതിന് മേളിൽ ഫുൾ സ്ട്രക്ചർ ചെയ്ത് അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സൈസ് 12 ഫീറ്റ് വിഡ്ത്ത്, 20 ഫീറ്റ് ലെങ്ത് അങ്ങനെ കൊടുത്തു. ഇതിൻ്റെ മേളിൽ റിക്വയർമെൻറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു ലോഫ്റ്റ് ഏരിയ നമ്മൾ പ്ലാൻ ചെയ്തത്. ശരിക്കും നമ്മൾ ഒരുപാട് ടൈനി ഹൗസ്, ടൈനി ഹോം ആ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു പക്ക പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റാവുന്ന ഒരു ടൈനി ഹോമാണിത്. അപ്പോൾ ഒരു നോർമൽ ഒരു ഹോം കംപ്രസ് ടു എ ടൈനി സ്പേസ്. അപ്പോൾ അതിൻ്റെ ഒരു വാക്ക് ത്രൂ ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. സോ ഷെൽ ഇതിൻ്റെ ഒരു തീം വുഡ് വൈറ്റ്, മാക്സിമം ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കൂടുതൽ വെളിച്ചം കിട്ടുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ആ ബേസിക്കലി ഇത് വെച്ചിട്ട് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന പഫ് പാനൽസ് അത് ഓഫ് വൈറ്റ് കളർ, പിന്നെ ഒരു വുഡ് കോമ്പിനേഷൻ, അതാണ് നമ്മൾ എക്സ്റ്റീരിയർ ഫുള്ളായിട്ട് കവർ ചെയ്തേക്കുന്നത്.